ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാട്രിയോട്ട് മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇപ്പോൾ സെക്യൂർ ആണെന്ന് കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നും ആലോചിക്കേണ്ട ഗൈസ്, ഒന്നും തന്നെ ആലോചിക്കേണ്ട. നിങ്ങൾ ഈ സിനിമ കാണാൻ ഇരിക്കുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കുക, ബുക്ക് മൈ ഷോ എടുക്കുക, ടിക്കറ്റിന് ബുക്ക് ചെയ്യുക, സിനിമ പോയി കണ്ടോളുക. ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ് വർക്ക് ഓഫ് ആർട്ട് എന്നൊക്കെ പറയേണ്ടി വരും. അമ്മാതിരി രീതിയിൽ ക്വാളിറ്റി ഉള്ള ഒരു മൂവി. അടുത്ത കാലത്തൊന്നും ഇത്രയും വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മലയാളം മൂവി കണ്ടിട്ടില്ല. അത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷമല്ല. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രയും വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറയേണ്ടി വരും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമ കണ്ടിട്ടൊരു 10-25 മിനിറ്റിനുള്ളിൽ തന്നെ മൂവിയുടെ ലെവൽ എന്താണ്, അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്താണെന്ന് മഹേഷ് നാരായണൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അതിൻ്റെ ഒരു ജെറ്റ് സീൻ ഉണ്ട്, ഫഹദ് വരുന്നത്. ആ സീന് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഞെട്ടെന്ന് പറഞ്ഞാൽ ഞെട്ടിയിരിക്കും. കാരണം ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ലെവലിലുള്ള ഒരു സംഭവം കണ്ടിട്ടില്ല. ആ ലെവലിലാണ് ഈ ഒരു സംഭവം എത്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുറേ തള്ള ആശാന്മാരുണ്ട്, എമ്പുരാനെടുത്തു, ലോകം മുഴുവൻ ചുറ്റി കണ്ടു, ഇമാതിരി ലെവലിലുള്ള ഒരു തള്ളു ഉണ്ടായിട്ടില്ല. അതൊക്കെ എടുത്തിട്ട് വല്ല വാഴ കുളത്തിലും കൊണ്ടുപോയിടണം ഇതിൻ്റെ മുമ്പിൽ. ഇതൊക്കെ എന്ത് കൺവെൻഷനോട് കൂടിയിട്ടാണ് പുള്ളി സിനിമ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിശയപ്പെട്ടു പോകും. ഓരോരോ ലൊക്കേഷൻസും കൺവിൻസിങ് ആണ് അവിടെയൊക്കെ ട്രാവൽ ചെയ്ത് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നതിൽ വെച്ച് കഴിഞ്ഞാൽ. ഓരോരോ ലൊക്കേഷൻസും പോയിട്ട് അമ്മാതിരി രീതിയിൽ നമുക്ക് തോന്നില്ല ഇത് ഇവിടെയാണോ ഷൂട്ട് ചെയ്ത് അവിടെയാണോ ഷൂട്ട് ചെയ്ത്, ഒന്നും തോന്നില്ല. അതുപോലെ വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ആരാണ് ഹീറോ എന്നുള്ളതാണ്. മമ്മൂക്കയാണോ, ലാലേട്ടനാണോ, കുഞ്ചാക്കോവനാണോ, ഫഹദ് ഫാസിലാണോ, നയൻതാരയാണോ, ഓരോ ആൾക്കാർക്കും അതിൻ്റെതായ റോളുണ്ട്. വെറുതെ സ്ക്രീൻ സ്പേസ് കയറ്റാൻ വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റുന്നതല്ല. ഓരോ ആൾക്കാർക്കും ആവശ്യമുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ആൾക്കാർക്കും അതുപോലെയുള്ള റോൾ പെർഫോം ചെയ്യാനുണ്ട്. മമ്മൂക്കെല്ലാം കരിയറിൽ തന്നെ ചെയ്തതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് റോൾസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാലേട്ടനും ആയിക്കോട്ടെ, ഇവർ രണ്ടാളെയും മാർക്കറ്റിങ്ങിന് വേണ്ടി കുത്തിക്കയറ്റിയതാണെന്ന് ഒരിക്കലും ആരും പറയില്ല, ആർക്കും തോന്നുകയില്ല. ആ രീതിയിലാണ് ഇവർ രണ്ടാളുടെയും ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്, എടുത്തു വെച്ചിരിക്കുന്നത്. ഇമോഷണലി കണക്ട് ആവുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ ആകെപ്പാട് ഒരൊറ്റൊരു മൈന്യൂട്ട് പോയിന്റ് എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനി ഫൈൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമ മലയാളത്തിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഇന്ന് മലയാളം സിനിമ നോർത്തിലായിക്കോട്ടെ, ഓൾ ഇന്ത്യ ആയിക്കോട്ടെ, ആ രീതിയിൽ ആൾക്കാർ ഗ്ലോബലി നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഡയലോഗ്സ് മലയാളത്തിൽ സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള മലയാളത്തിലുള്ള ഡയലോഗ്സ്, ഹിന്ദി അങ്ങനത്തെ സാധനത്തിലൊന്നും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വരുന്നില്ല. അത് ഏറ്റവും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി കാണാൻ പോകുന്ന ആൾക്കാർക്ക് അത് മലയാളത്തിൽ തന്നെ ഒറിജിനലായിട്ട് ഇരുന്നിട്ട് കാണാം. കാരണം മലയാളത്തിൽ കാണുമ്പം കിട്ടുന്ന ഒരു ഇമോഷൻസ് പോലെ നിങ്ങൾ വേറെ ഏത് ലാംഗ്വേജിലും ഡബ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതെന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിലത്തെ ഓരോ സ്റ്റണ്ട്, ക്ലോസ്ഡ് സ്പേസിലൊക്കെ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റണ്ടും കാര്യങ്ങളും, ആക്ഷൻ കൊറിയോഗ്രാഫി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ കിണ്ണം കാച്ചിയ സംഭവം എന്നെല്ലാം പറയേണ്ടി വരും. അത് ലാലേട്ടനുണ്ട്, മമ്മൂക്കേൻ്റെ. ഇപ്പോൾ എന്തെങ്കിലും ഈ ഒരു വയസ്സിന് നമുക്ക് ഇങ്ങനത്തെയൊക്കെ സ്റ്റണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും തോന്നും. പക്ഷേ ഈ അടുത്ത കാലത്ത് മമ്മൂക്ക ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കൊറിയോഗ്രാഫി, ആക്ഷൻ കൊറിയോഗ്രാഫി ഉള്ള സംഭവമാണ് ഞാൻ അതിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും തോന്നൂല മോശമായിട്ട്. അമ്മാതിരി രീതിയിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫർ, ആ രീതിയിൽ അതാ പുള്ളി ഇതിൻ്റെ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളി ലാലേട്ടൻ എന്തോ ഇൻ്റർവ്യൂവിൽ പറയേണ്ടായിരുന്നു, പുള്ളി ഒരു ടോയ് പോലെയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ. ആ രീതിയിൽ തന്നെ നമുക്ക് തോന്നും. ആ ഒരു ഈസ് ഓഫ് ഇതിലാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ടാറ്റ സഫാരി ഉള്ള ഒരു സ്റ്റണ്ട് നിങ്ങൾ ട്രെയിലറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് സൂപ്പർ സംഭവമാണ്. അതുപോലത്തെ ജെറ്റ് സീന്, അതുപോലെ തന്നെ ലിഫ്റ്റ് സീന്, അതെല്ലാം ഇവർ ഇന്നലത്തെ ലൈവിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ പോയിട്ടുണ്ട്. എടുത്ത് പറയേണ്ട രീതിയിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മാതിരി രീതിയിൽ ക്രാഫ്റ്റഡ് ആയിരിക്കുന്ന ഒരു മൂവി. ട്രൂലി ഇൻ്റർനാഷണൽ സ്റ്റഫ്. എന്തായാലും നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന അത്രയും വലിയൊരു നഷ്ടമായിരിക്കും. ഇവർ രണ്ടാൾ അഭിനയിച്ച സിനിമയിൽ വെച്ചിട്ട് ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി എവർ. ഒന്നുമില്ല, നിങ്ങൾ ഹരികൃഷ്ണൻസ് അല്ല, 2020 അല്ല, ഒന്നുമല്ല. മൂവിയുടെ ഒരു ക്രാഫ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി എവർ. മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു മൂവി ഇവർ തമ്മിൽ വരുമോ തന്നെ എനിക്കെനി സംശയമുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ. അല്ലെങ്കിൽ ആ രീതിയിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. അതിനുള്ള ക്രാഫ്റ്റ് ഒന്നും ഇന്ന് മലയാളത്തിൽ മഹേഷ് നാരായണൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ കുറേ തള്ളാശന്മാർ തള്ളുകയെന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുവിധ സംഭവമില്ല. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു സംഭവം നോക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ല ഓളമുള്ള തിയേറ്ററിൽ പോയിരുന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൂവി എക്സ്പീരിയൻസ് ഒരു 10x മുകളിൽ എലിവേറ്റഡ് ആവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയല്ലേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല. സമയം വേസ്റ്റ് ആക്കേണ്ട, സിനിമ പോയിട്ട് ഇരുന്നിട്ട് കാണുക. 300 crore ഇതായിരിക്കും മലയാള സിനിമയിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ എന്ന് എനിക്ക് പേഴ്സണലി ഇപ്പം തോന്നുന്നത്.
പോയിട്ട് സിനിമ എടുത്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിന്റെ അഭിപ്രായം എന്ന് കമൻറ്റ് ഡൗൺ ചെയ്യൂ. ലാലേട്ടനാണോ മമ്മൂക്കയാണോ ആരാണ് തൂക്കിയെന്ന് വെച്ചാൽ അതും കമൻറ്റ് ഡൗൺ ചെയ്യൂ. ഇതുപോലെ ബ്രൂട്ടലി ഹോണസ്റ്റ് റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ചാനൽ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.